ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ട പഠിതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. വക്കാന ലിൽ അറബി, അവിടെ നമ്മൾ വായിച്ച് പറഞ്ഞതാണ്. അങ്ങനെ ജാഹിലിയ കാലഘട്ടത്ത് അവർ വർഷത്തിൻ്റെ ചില മാസങ്ങളിൽ അവർ നിലനിർത്തുന്ന, അവർ സ്ഥാപിക്കുന്ന ചില പ്രത്യേക സൂക്കുകളുണ്ടായിരിക്കും, ചില പ്രത്യേക ചന്തകൾ, മാർക്കറ്റുകൾ. എന്നിട്ട് ആ സൂക്കുകളിൽ അവർ ഒരുമിച്ച് കൂടിയിട്ട് ഹഫലാത്തു ശഅരി വൽ അദബി, സാഹിത്യത്തിൻ്റെയും കവിതയുടെയും ഒക്കെ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ അവിടെ നടക്കും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വൽ ഖബായിൽ, ഗോത്രങ്ങൾ, യതനാഫസൂന, അവർ പരസ്പരം മത്സരിക്കും, അലാ അർളി ഖുവ്വാതിഹിം, അവരുടെ ശക്തിയെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ മേൽ, അൽ അദബിയ, സാഹിത്യപരമായ ശക്തിയെ, ഫിൽ ഹഫല, ആ ആഘോഷത്തിൽ അല്ലെങ്കിൽ ആ സമ്മേളനത്തിൽ അവരുടെ സാഹിത്യത്തിലുള്ള അവരുടെ ഖുവ്വത്തിനെ, അവരുടെ കഴിവിനെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ മേലിൽ അവർ മത്സരിക്കും. വശുഅറാഉ, കവികൾ, യഉമൂന, അവർ വരും അല്ലെങ്കിൽ അവർ സന്ദർശിക്കും, അൽ അസ്വാഖ് അൽ ഖാസ, പ്രത്യേകമായിട്ടുള്ള സൂക്കുകളെ, വൽ ആമത്തുൽ കുബ്ര, പൊതുവായിട്ടുള്ള വലിയ സൂക്കുകളെയും. അപ്പോൾ വ്യത്യസ്തങ്ങളായ സൂക്കുകളുണ്ട്, പ്രത്യേകമായിട്ടുള്ള സൂക്കുകളുണ്ട്. അതുപോലെ തന്നെ വലിയ പൊതുവായിട്ടുള്ള ചില സൂക്കുകളുണ്ട്. പ്രത്യേകമായിട്ടുള്ള സൂക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷഅറിനും അദബിനൊക്കെ വേണ്ടി, അതിൻ്റെ ഹഫ്ലകൾക്ക് വേണ്ടി, ഹഫ്ലാത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഉണ്ടാക്കുന്ന, അതായത് സാഹിത്യത്തിൻ്റെ, കവിതയുടെ ഒക്കെ മത്സരങ്ങൾ നടത്താനും അത് ആ പരിപാടി അവതരിപ്പിക്കാനും പ്രദർശിപ്പിക്കാനൊക്കെ വേണ്ടി പ്രത്യേകമായി അവർ സ്ഥാപിക്കുന്ന സൂക്കുകൾ. അല്ലാതെ പൊതുവെ എല്ലാ തരത്തിലുള്ള ആളുകളും വരുന്ന വലിയ പൊതുവായിട്ടുള്ള സൂക്കുകൾ ഏതാണെങ്കിലും ആ സൂക്കുകളെ ഒക്കെ സന്ദർശിക്കും ആര്? കവികൾ. വശുഅറാഉ, കവികൾ, യഉമൂന അൽ അസ്വാഖ് അൽ ഖാസ, പ്രത്യേകമായിട്ടുള്ള സൂക്കുകൾ അവർ സന്ദർശിക്കുന്നു. വൽ ആമത്തുൽ കുബ്ര, പൊതുവായിട്ടുള്ള വലിയ സൂക്കുകളെയും സന്ദർശിക്കുന്നു. എന്തിനാണ് ഈ കവികൾ ഇവിടെ സന്ദർശനം നടത്തുന്നത്? ലിയൻഷുറ, വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട്, കുല്ലു വാഹിദി മിൻഹും, അവരിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തരും, ഓരോ കവികളും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട്. നഷ്ർ ചെയ്യുന്ന വ്യാപിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്നൊക്കെ അർത്ഥം കേട്ടോ, രണ്ടർത്ഥം പറയാം. വ്യാപിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. മഹാമിദ ഖൗമിഹി, അവരുടെ സമൂഹത്തിൻ്റെ മഹാമിദുകൾ എന്ന് പറഞ്ഞാൽ പ്രശംസകൾ, അവരുടെ ആ പ്രശംസനീയമായിട്ടുള്ള അവരുടെ അവസ്ഥകളുണ്ടല്ലോ. ഓരോ സമൂഹവും ഓരോ കബീലയും അവരുടെ പ്രശംസകൾ പറയാൻ വേണ്ടിയിട്ട്, ആ പ്രശംസകളെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ സൂക്കുകളെ സന്ദർശിക്കുന്നത്. അല്ലെങ്കിൽ യദുല്ല അല ബറാഅത്തി നഫ്സിഹി, അല്ലെങ്കിൽ അവരുടെ സ്വന്തം കഴിവിൻ്റെ മേൽ, സ്വന്തം പ്രതിഭയുടെ മേൽ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കവികൾ വന്നിട്ട് അവരുടെ ഈ കൗമിനെ പറ്റിയിട്ട്, കൗമിൻ്റെ പ്രശംസകളൊക്കെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അവരുടെ സ്വന്തം, ഓരോ കവികളും അവരുടെ സ്വന്തം കഴിവിനെ, സ്വന്തം പ്രതിഭയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വഅഷ്ഹറു ഹാദിഹിൽ അസ്വാഖി, ഇങ്ങനെ ഈ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്ന വ്യത്യസ്തങ്ങളായ സൂക്കുകളുണ്ടല്ലോ, ഈ സൂക്കുകളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായതാണ്, ഏറ്റവും ഫേമസ് ആയ സൂക്കാണ് ഉക്കാൽ എന്നാണ് ആ സൂക്കിൻ്റെ പേര്. അതാണ് ഏറ്റവും പ്രസിദ്ധമായ മാർക്കറ്റ്. വഹുവ, അത്, ഈ സൂക്ക് അഷ്ഹറു ഫളൻ, അഷ്ഹറു ഏറ്റവും പ്രസിദ്ധമായതാണ്, ഫളൻ പ്രാധാന്യത്താൽ, വ അഖ്വ ഏറ്റവും ശക്തിയുള്ളതുമാണ്, അസറൻ സ്വാധീനത്താൽ. എന്ത് കാര്യത്തിൽ? ഫി തഹ്ദീബിൽ അറബിയ, അറബ് ഭാഷയെ സംസ്കരിക്കുന്നതിൽ. അപ്പോൾ അറബ് ഭാഷയെ സംസ്കരിക്കുന്നതിലുള്ള സ്വാധീനത്തിൻ്റെ ശക്തി കൊണ്ടും പ്രാധാന്യം കൊണ്ടും വളരെ പ്രസിദ്ധമായതാണ് ഈ ഉക്കാൽ എന്ന് പറയുന്ന മാർക്കറ്റ്. വകാന ശുഅറാഉ, കവികൾ ആയിരുന്നു. ഷാഇറിൻ്റെ പ്ലൂറലാണ് കേട്ടോ ശുഅറ എന്ന് പറഞ്ഞാൽ. കവികളായിരുന്നു. യഅ്തൂന ബിഖസാഇദിഹിം, യഅ്തൂന, അവർ വരും അല്ലെങ്കിൽ അവർ ചെല്ലും, ബിഖസാഇദിഹിം, അവരുടെ കവിതകളുമായിട്ട്.
ലിത്തുഅറള പ്രദർശിപ്പിക്കപ്പെടാൻ വേണ്ടി അലൽ മുഹക്കിമീന ജഡ്ജിമാരുടെ മേൽ, വിധികർത്താക്കളുടെ മേലിൽ പ്രദർശിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവർ കവിതകളുമായി ചെല്ലും. എങ്ങനെയുള്ള ഈ ജഡ്ജിമാരാണ് അല്ലെങ്കിൽ വിധികർത്താക്കളാണെന്നറിയോ? മിൻ കിബാരി ശുഅറാഇ, വലിയ കവികളിൽപ്പെട്ട, കിബാർ എന്ന് പറഞ്ഞ വലിയ പ്രമുഖരായ അല്ലെങ്കിൽ വലിയ കവികളിൽപ്പെട്ട വിധികർത്താക്കളുടെ മേലിൽ ഇതിനെ പ്രദർശിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ചെല്ലുന്നത്, അവരുടെ കവിതകളുമായിട്ട്. മുഅല്ലമുഹും, അവരിൽ നിന്ന് അധികം, വളരെ കൂടുതൽ, മിൻ ഖബീലത്തി ബനു തമീം ഗോത്രത്തിൽ നിന്നുള്ളവരാണ്. ഈ വലിയ പ്രമുഖരായിട്ടുള്ള കിബാർ ഷുഅറാ, പ്രമുഖരായിട്ടുള്ള ഷായരിങ്ങൾ, കവികൾ കൂടുതലുള്ളത് ബനു തമീം ഗോത്രത്തിൽ നിന്നാണ്. വമിൻ അഷ്ഹുരിൽ മുഹക്കിമീന ഫീഹി, അതിലെ ഏറ്റവും പ്രസിദ്ധരായ വിധികർത്താക്കളിൽപ്പെട്ട ആളുകളിൽപ്പെട്ടവരാണ് നാബിഗത്തു ദുബിയാനി എന്നയാൾ. ഈ നാബിഗ എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിലെ ഒരു കവിയാണ്, പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയാണ്. വഖാനത്തിൽ ഖിതാബത്തു പ്രസംഗകല ആയിരുന്നു. ഐലൻ അഗൈൻ മിൻ ബളാഇൽ അദബിയ്യ, സാഹിത്യപരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽപ്പെട്ടതായിരുന്നു. ഫിസ്സൂഖി, സൂക്കിൽ, മാർക്കറ്റിൽ. അപ്പോൾ ഈ സൂക്കിൽ ഷെഅർ മാത്രമല്ല, അതായത് കവിത മാത്രമല്ല, ഖിതാബത്തും പ്രസംഗകലയും ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന, അവിടെ ചെലവഴിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ ഉൽപ്പന്നമായിരുന്നു എന്ത്? പ്രസംഗകലയും. വകാനത്തിൽ ഖിതാബത്തു, പ്രസംഗകല ആയിരുന്നു. ഐലൻ മിനൽ ബളാഇൽ അദബിയ്യ, സാഹിത്യ ഉൽപ്പന്നങ്ങളിൽപ്പെട്ടതായിരുന്നു. ഫിസ്സൂഖ്, സൂക്കിലെ, മാർക്കറ്റിലെ. ഹൈതു ഹളറ സൂഖ, സൂക്കിൽ ഹാജരായി, അവിടെ വന്നു. ഖുതബാഉൻ ഫുസഹാ, ഹളറ പറഞ്ഞാൽ ഹാജരായി, വന്നു എന്നർത്ഥം. സൂക്കിൽ ഖുതബാൻ, പ്രഭാഷകന്മാർ. ഫുസഹാ, ശുദ്ധ ഭാഷയിൽ സംസാരിക്കുന്നവർ. ഫസീഹായ സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ദർഭത്തിനോട് അനുയോജ്യമായ വിധം തെറ്റുകുറ്റങ്ങളില്ലാതെ ശുദ്ധമായ ഭാഷയിൽ സംസാരിക്കുന്നവർ, അവരാണ് ഫസീഹ് എന്ന് പറയാം. ഫസീഹിൻ്റെ പ്ലൂരലാണ് ഫുസഹാ. അപ്പോൾ ശുദ്ധ ഭാഷയിൽ സംസാരിക്കുന്നവരായിട്ടുള്ള പ്രഭാഷകന്മാർ ആ അങ്ങാടിയിൽ ഹാജരായിട്ടുണ്ട്. ഖസ് ബിൻ സാഇദ അൽ ഇയാദി, ഖസ് ബിൻ സാഇദയെ പോലുള്ള ആൾ. ഇയാദി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഖബീലയുടെ പേരിലേക്ക് ചേർത്തി പറഞ്ഞാണ് ഖസ് ബിൻ സാഇദ. അദ്ദേഹം വലിയ ഒരു പ്രഭാഷണ മികവ് കൊണ്ട് അറിയപ്പെട്ട ജാഹിലിയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഖസ് ബിൻ സാഇദ. മറ്റേ ആള് നാബിഗ, ഈ ഷായിരീങ്ങളിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. അതായത് ഷായിറും അതിലെ ഈ വിധികർത്താക്കളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് നാബിഗ, പ്രസിദ്ധനായ കവിയാണ്. ഇദ്ദേഹം പ്രഭാഷണ കലയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളത്. ഖസ് ബിൻ സാഇദ എന്ന് പറയുന്ന ആൾ. വഖദ് ദഖലഹു നബിയ്യു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സാഹിത്യപരമായിട്ടുള്ള ഷെറും ഖിതാബത്തിൻ്റെയൊക്കെ അരങ്ങേറ്റ സ്ഥലമായിരുന്നെങ്കിലും അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി പറയാണ്. വഖദ് ദഖലഹു നബിയ്യു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ പ്രവേശിച്ചിട്ടുണ്ട്. വഖദ് ദഖലഹു, അവിടെ പ്രവേശിച്ചിട്ടുണ്ട്. അന്നബിയ്യു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിതബ്ലീഗി ദഅവതിഹി, ലിതബ്ലീഗി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. ദഅവത്ത് എന്ന് പറഞ്ഞാൽ പ്രബോധനം, ഹി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. എന്തിലേക്കുള്ള? ഇലൽ ഇസ്ലാമി, ഇസ്ലാമിലേക്കുള്ള പ്രബോധനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. വലിയുഅരിളഹ, അതിനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ അതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയും. അലൽ ഖവായിലി, ഗോത്രങ്ങളുടെ മേൽ.